കടുവയെ സ്വപ്നം കണ്ടാൽ ഇസ്ലാമിക വ്യാഖ്യാനത്തിൽ സ്വപ്നത്തിൽ ഒരു കടുവയെ കാണുന്നത് ശക്തനും അപകടകാരിയുമായ ഒരു ശത്രുവിനെ പ്രതീകപ്പെടുത്തുന്നു. ഒരു കടുവ നിങ്ങളെ പിന്തുടരുന്നത് ഒരു മർദ്ദക ശത്രുവിൽ നിന്നുള്ള ഭയത്തെ സൂചിപ്പിക്കുന്നു. അന്യായമായി നിങ്ങളെ ആധിപത്യം സ്ഥാപിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ ഒരു സാഹചര്യത്തിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഒരു കടുവയെ കൊല്ലുന്നത് സ്വപ്നം കണ്ടാൽ ശക്തനായ ഒരു ശത്രുവിനെ മറികടക്കുന്നതിനെയോ ഒരു പ്രധാന പ്രതിബന്ധത്തെ പരാജയപ്പെടുത്തുന്നതിനെയോ പ്രതീകപ്പെടുത്തുന്നു. നിങ്ങളുടെ കാര്യങ്ങളിൽ വിജയം, ധൈര്യം, നീതി എന്നിവ നിലനിൽക്കുന്നതിൻ്റെ ഒരു നല്ല അടയാളമാണിത്. സൗഹൃദപരമോ ശാന്തമോ ആയ ഒരു കടുവയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ശക്തനായ ഒരു ശത്രുവിൻ്റെ മേൽ നിയന്ത്രണം നേടുന്നതിനെക്കുറിച്ചോ ഒരിക്കൽ ഭയപ്പെട്ടിരുന്ന ഒരാളുമായി സഖ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ സൂചന നൽകുന്നു. ഒരു കടുവയുടെ ആക്രമണമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആക്രമണാത്മക ഭീഷണിയെ പ്രതീകപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രശസ്തി, സമ്പത്ത് അല്ലെങ്കിൽ സമാധാനം എന്നിവയ്ക്ക് കോട്ടം വരുത്താൻ ശ്രമിക്കുന്ന ഒരാളിൽ നിന്നുള്ള യഥാർത്ഥ അപകടത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. വീടിനുള്ളിൽ ഒരു കടുവയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അപകടകാരിയായ ഒരു വ്യക്തിയുടെയോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തോട് അടുത്തു നിൽക്കുന്ന സ്വാധീനത്തിൻ്റെയോ സാന്നിധ്യമായി വ്യാഖ്യാനിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലോ സമൂഹത്തിൻ്റെ വലയത്തിലോ ആയിരിക്കാം ഈ വ്യക്തി. ഒരു വെളുത്ത കടുവയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ബാഹ്യമായി മാന്യമായതോ ശുദ്ധമായതോ ആയ രൂപഭാവമുള്ള ഒരു മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ ഇത് പ്രതീകപ്പെടുത്തുന്നു. നിങ്ങളുടെ വിശ്വാസവും ക്ഷമയും അളക്കുന്നതിനായി അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു. കടുവ ഓടിപ്പോകുന്നതായി സ്വപ്നം കണ്ടാൽ അത് നിങ്ങളുടെ ശത്രുവിന് ശക്തി നഷ്ടപ്പെട്ടു എന്നതിൻ്റെയോ ഇനിയൊരു ഭീഷണിയുമില്ല എന്നതിൻ്റെയോ സൂചനയാണ്. അതുപോലെ അത് ദൈവിക സംരക്ഷണത്തിൻ്റെയോ സ്വയം പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നത്തെയോ പ്രതിനിധീകരിക്കുന്നു. കടുവയുടെ സവാരിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ശക്തമായ ഒരു ശക്തിയുടെ മേലുള്ള ആധിപത്യത്തെ കാണിക്കുന്നു. ഇസ്ലാമിക വ്യാഖ്യാനത്തിൽ സ്വപ്നം കാണുന്നയാൾ സ്വാധീനമുള്ള ഒരാളുടെ മേൽ അധികാരം നേടുമെന്നോ അല്ലെങ്കിൽ അവരുടെ ഭയങ്ങളെ വിജയത്തോടെ നേരിടുമെന്നോ അർത്ഥമാക്കുന്നു. ഒരു കടുവക്കുട്ടിയെ സ്വപ്നം കണ്ടാൽ വളർന്നു വരുന്ന ഒരു ഭീഷണിയെയോ അപകടകാരിയാകാൻ സാധ്യതയുള്ള ഒരു ഇളയ ശത്രുവിനെയോ ഇത് സൂചിപ്പിക്കുന്നു. കാലക്രമേണ വികസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ആന്തരിക ശക്തിയെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഒരു കടുവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഒരു ശത്രുവിനെയോ അപകടകാരിയായ ശക്തിയെയോ ശാക്തീകരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നതിനോ ദോഷകരമായ സഖ്യങ്ങളിൽ ഊർജം നിക്ഷേപിക്കുന്നതിനോ എതിരെ ഇത് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു കടുവയുടെ ഗർജനം കേൾക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഒരു ശക്തനായ വ്യക്തിയിൽ നിന്ന് വാർത്തകൾ സ്വീകരിക്കുന്നതിനെയോ ആരുടെയെങ്കിലും സ്വാധീനത്താൽ ഭീഷണിപ്പെടുന്നതിനെയോ ഇത് സൂചിപ്പിക്കുന്നു. അനീതിയോ അടിച്ചമർത്തലോ മൂലമുണ്ടാകുന്ന ഭയത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു. ഒന്നിലധികം കടുവകളെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഭീഷണികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നോ സ്വാധീനമുള്ള നിരവധി ശത്രുക്കളിൽ നിന്നുള്ള എതിർപ്പ് നേരിടുന്നു എന്നോ ഇത് സൂചിപ്പിക്കുന്നു. ദൈവിക പിന്തുണ തേടാനും ജാഗ്രത പാലിക്കാനുമുള്ള ആഹ്വാനമാണിത്. ഒരു കടുവയെയും സിംഹത്തെയും ഒരുമിച്ച് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ രണ്ട് ശക്തമായ ശക്തികൾ തമ്മിലുള്ള സംഘർഷത്തെ സൂചിപ്പിക്കുന്നു. ഉറങ്ങുന്ന കടുവയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ സംഘർഷത്തിൽ ഒരു താൽക്കാലിക വിരാമം സൂചിപ്പിക്കുന്നു. ശക്തമായ ഒരു ഭീഷണി നിലവിൽ നിദ്രയിലാണ്, പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും എപ്പോൾ വേണമെങ്കിലും ഉണർന്നേക്കാമെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു കടുവ ചത്തുപോയതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതൊരു ശുഭസൂചനയാണ്. ശക്തനായ ഒരു ശത്രു പരാജയപ്പെട്ടു എന്നോ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നോ ഇത് സൂചിപ്പിക്കുന്നു. ഇത് ആശ്വാസത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ്. കൂട്ടിലടച്ച കടുവയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളുടെ മേലുള്ള നിയന്ത്രണത്തെയോ നിങ്ങളുടെ ഭയങ്ങളെ കീഴടക്കുന്നതിനെയോ പ്രതീകപ്പെടുത്തുന്നു. അപകടം നിലവിലുണ്ടെങ്കിലും അത് നിലവിൽ നിയന്ത്രണത്തിലോ ദൈവിക സംരക്ഷണത്തിലോ ആണെന്ന് ഇത് കാണിക്കുന്നു. ഒരു കടുവയായി മാറുക എന്നാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിനർത്ഥം ആക്രമണാത്മകമോ ആധിപത്യപരമോ ആയ സ്വഭാവ വിശേഷണങ്ങൾ സ്വീകരിക്കുക എന്നാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ശക്തിയിലേക്കുള്ള മാറ്റമോ നെഗറ്റീവ് ആണെങ്കിൽ അനീതിയിലേക്കും അഹങ്കാരത്തിലേക്കുമുള്ള മാറ്റമോ ഇത് സൂചിപ്പിക്കുന്നു. കടുവയുടെ കടി ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ ശത്രുവിൽ നിന്നുള്ള നേരിട്ടുള്ള ഉപദ്രവത്തെ സൂചിപ്പിക്കുന്നു. അത് വിശ്വാസവഞ്ചന, വ്യക്തിപരമായ ആക്രമണം അല്ലെങ്കിൽ കൂടുതൽ ശക്തനായ ഒരാളുടെ അടിച്ചമർത്തൽ മൂലമുള്ള കഷ്ടപ്പാട് എന്നിവയെ സൂചിപ്പിക്കാം. ഒരു കടുവയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അപകടത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ അടയാളമാണ്. ഒരു കെണിയിൽ നിന്നോ ദോഷകരമായ ബന്ധത്തിൻ്റെയോ ഇടപാടിൻ്റെയോ അനന്തരഫലങ്ങളിൽ നിന്നോ അള്ളാഹു നിങ്ങളെ രക്ഷിച്ചു എന്നതിൻ്റെ പ്രതീകമാണിത്.